നമസ്കാരം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ നാളായി കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. 2021 ജനുവരി മുതൽ ലഭിക്കാനുണ്ടായിരുന്ന മുഴുവൻ DAയും DR അനുവദിച്ചതോടൊപ്പം ആ DAയ്ക്കും DRനും അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കി മുൻകാല പ്രാബല്യത്തോടെ ഇതുവരെ ബാക്കിയായിരുന്ന മുഴുവൻ DAയുടെയും DRൻ്റെയും കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 1 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 29 അവതരിപ്പിച്ച ബജറ്റിൽ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഉത്തരവായി ഇറങ്ങിയിരിക്കുന്നത്. ഈ കുടിശ്ശിക എത്രയാണെന്ന് ഓരോ ജീവനക്കാരനും പെൻഷൻകാരനും കൂട്ടിനോക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നവരും ഉണ്ടാകും. എന്നാൽ ഇതെങ്ങനെ കണക്കുകൂട്ടാൻ കഴിയുമെന്നും എത്ര മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളതെന്നുമൊക്കെ അറിയാത്തവരുമുണ്ട് നമ്മൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിൽ. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരു ചാർട്ടിൻ്റെ സഹായത്തോടെ അരിയർ എങ്ങനെ കണക്കാക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് ഈ ചാർട്ടിലുള്ള ഓരോ കോളവും എന്താണെന്ന് പരിചയപ്പെടാം. അത് പരിചയപ്പെട്ട് തീരുമ്പോഴേക്കും നമുക്ക് കിട്ടേണ്ട DA എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കോളങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് DA ആണ്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ഓരോ ജനുവരിയിലും ജനുവരിയിലും ജൂലൈയിലും DA അനുവദിക്കാറുണ്ട്. അത് ചിലപ്പോൾ 2%, ചിലപ്പോൾ 3%, ചിലപ്പോൾ 4%, ചിലപ്പോൾ 2%, ആ രീതിയിലാണ് DA അനുവദിക്കാറുള്ളത്. ആ അനുവദിക്കുന്ന ശതമാനം DA 6 മാസത്തിലൊരിക്കൽ എത്ര ശതമാനം DA ആണ് അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഈ ആദ്യത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും DA അനുവദിക്കുന്നതിന് ഘടകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി വിശദമാക്കുന്ന ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ കോളം എന്താണ്? നമുക്ക് സർക്കാർ അനുവദിക്കേണ്ട DA ആണ്, അനുവദിച്ച് തരേണ്ട DA. അതായത് കേന്ദ്ര സർക്കാർ അനുവദിച്ചതും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കേണ്ടതുമായിരുന്ന DA ആണ് ഈ 2%. ആ 2% കൂടി ചേരുമ്പോഴാണ് നമ്മൾ ശമ്പള പരിഷ്കരണത്തിന് ശേഷം ആദ്യം വാങ്ങിയ ശമ്പളത്തിൽ ബേസിക് പേയോടൊപ്പം 7% DA ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 7നോടൊപ്പം ഈ 2 കൂടി ചേർന്നപ്പോൾ എത്ര കിട്ടി? 9%. അപ്പോൾ ആ ടോട്ടൽ DA എന്ന് പറയുന്നത് നിലനിൽക്കുന്ന DAയോടൊപ്പം ഇപ്പോൾ പുതുതായി അനുവദിച്ച എത്ര ശതമാനമാണോ ആ ശതമാനം DA കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇവിടെ നോക്കുക, 1/7/21 3% DA അനുവദിച്ചു. അപ്പോൾ ഈ 9ൻ്റെ കൂടെ 3 കൂടി കൂട്ടി. അപ്പോൾ നമ്മുടെ DA എത്രയാണ്? 12%. ആ രീതിയിലാണ് ഈ രണ്ടാമത്തെ കോളം കണക്കാക്കേണ്ടത്. നമ്മുടെ നിലനിൽക്കുന്ന DAയോടൊപ്പം ഇപ്പോൾ പുതുതായി അനുവദിച്ച DA കൂടി ചേർന്നാൽ കിട്ടുന്നതാണ് ഈ രണ്ടാമത്തെ കോളം. മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ DA അനുവദിച്ചതിൻ്റെ പ്രാബല്യ തീയതിയാണ്. കേന്ദ്ര സർക്കാർ DA അനുവദിക്കുന്നത് ജനുവരിയും ജൂലൈയും ആണെന്ന് നമ്മൾ പറഞ്ഞു. 1/1/21 2% അനുവദിച്ചു. 1/7/21 3% അനുവദിച്ചു. വീണ്ടും അടുത്ത വർഷം ജനുവരിയിൽ 3% അനുവദിച്ചു. ജൂലൈയിൽ 3%, ജനുവരിയിൽ 4%. ആ രീതിയിൽ ഓരോ ജൂലൈയിലും ജനുവരിയിലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന DAയുടെ വിത്ത് എഫക്റ്റ് ഡേറ്റ് ആണ് ഈ മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത്. ഈ നാലാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ 1/1/21 മുതൽ ഈ DA ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള സർക്കാരിൻ്റെ സാമ്പത്തികമായ ചില പരാധീനതകൾ കാരണം ഇത് യഥാസമയം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സർക്കാർ എന്ത് ചെയ്തു? 1/4/24 മുതൽ, അതായത് 1/1/21 ലഭിക്കേണ്ടിയിരുന്ന DA 1/4/24 മുതൽ ഉള്ള ശമ്പളത്തിൽ വാങ്ങിക്കൊള്ളാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. അപ്പോൾ ഈ 9% DA ആയി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആകേണ്ടിരുന്ന 1/1/21 അത് ലഭിച്ചു തുടങ്ങിയത് 1/4/24 അപ്പോൾ ഈ 1/1/21 മുതൽ എത്ര മാസമുണ്ട് ഈ 1/4/24 എത്താൻ? അതിന് നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആകെ 39 മാസമാണ്. ഈ 1/1/21 മുതൽ 1/4/24 തൊട്ട് മുൻപുള്ള 31/3/2024 വരെ നമുക്ക് 39 മാസത്തെ അരിയറാണ് ഉണ്ടായിരുന്നത്. ഈ 39 മാസത്തെ അരിയറാണ് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായതിലെ ഒന്നാമത്തെ അരിയർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ GOP നമ്പർ 17 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ 1/4/24 ശമ്പളം മുതൽ നിങ്ങൾ ഈ 2% കൂടി ശമ്പളത്തിൽ വാങ്ങിക്കൊള്ളൂ എന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് നമ്പറാണ് ഈ GOP നമ്പർ 17/24 ഫിൻ ഡേറ്റഡ് 12/3/24. എന്നാൽ അന്നത്തെ ഈ ഉത്തരവിൽ ഈ DAയുടെ അരിയർ എന്ന് തരും എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് DA അരിയർ എന്ന് മുതൽ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിന്ന് പോന്നിരുന്നത്. അതാണിപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഈ 2%, 3%, ഈ പറയുന്ന ഇത്രയും DA നമുക്ക് ഇപ്പോൾ ആകെ എത്രയായി? 35%. അതിൽ 7% നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ബാക്കി 28% DA ആണ് നമുക്ക് കുടിശ്ശികയായിട്ടുള്ളത്. അത് ഓരോ തവണയും എത്ര മാസം വീതം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 39 മാസം. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 1/1/21 മുതൽ 1/4/24 വരെയുള്ള കാലഘട്ടം, അതായത് 31/3/24 വരെയുള്ള കാലഘട്ടം 39 മാസം. അത് എത്ര തുക വരുമെന്ന് മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ട, അന്ന് നമ്മുടെ ബേസിക് പേ എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ 2% എടുക്കുക. നമുക്കന്ന് 50,000 ആയിരുന്നു ബേസിക് പേ എങ്കിൽ അതിൻ്റെ 2% എടുക്കുക എന്ന് നമ്മുടെ 1/1/21 പിന്നീട് നമുക്ക് ഇൻക്രിമെൻ്റ് ഒക്കെ വരും. ആ ഇൻക്രിമെൻ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം വരെ ഉള്ളതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന ബേസിക് പേ. ആ ബേസിക് പേയുടെ 2% എത്രയാണെന്ന് നോക്കുക. 50,000 ആണെങ്കിൽ അതിൻ്റെ 2% എത്രയാണ്? 1000 രൂപയാണ്. ആ 1000നെ ഈ 39 മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അരിയർ മന്ത് എന്ന് പറയുന്നത് 39 ആണ്. ഈ അരിയർ മന്തായ 39 കൊണ്ട് ഈ 1000 രൂപയെ മൾട്ടിപ്ലൈ ചെയ്താൽ 39,000 രൂപ കിട്ടും. അപ്പോൾ ഈ 2% DAയുടെ അരിയർ എന്ന് പറയുന്നത് 50,000 ബേസിക് ഉള്ള ഒരാൾക്ക് 39,000 രൂപയാണ്. അടുത്ത നോക്കൂ, ഈ 3% DA അപ്പോൾ 12%. അതെന്ന് മുതലാണ് അനുവദിക്കേണ്ടത്? 1/7/21. അതെന്നാണ് നമുക്ക് അനുവദിച്ച് തന്നത്? സർക്കാർ അനുവദിച്ചത് 1/10/2024 GOP നമ്പർ 91/24 പ്രകാരമാണ് അനുവദിച്ചത്. അപ്പോൾ ഈ 1/7/21 മുതൽ 30/9/24 വരെ, കാരണം 1/10 തൊട്ട് വാങ്ങാമെന്നാണ് പറഞ്ഞത്, അപ്പോൾ അതിന് തൊട്ട് തലേ മാസം വരെ ആ പീരീഡ് എത്രയാണ്? അതും നമുക്ക് ഈ ചാർട്ട് പ്രകാരം നോക്കിയാൽ 39 മാസമുണ്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ 39 മാസത്തെ അരിയർ എത്രയുണ്ട്? അത് അന്നത്തെ ബേസിക് പേ, ഈ ബേസിക് പേ ആവണമെന്നില്ല ഈ സമയത്തെ ബേസിക് പേ, കാരണം ഒരു ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ടാകാം. അപ്പോൾ ആ ബേസിക് പേ ഇൻറ്റു അതിൻ്റെ 3% എടുക്കുക. ആ 3%നെ ഈ 39 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സമയത്തെ അരിയർ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കുക, 3% DA വീണ്ടും അനുവദിച്ചു. എന്നാണ് 1/1/22. അപ്പോൾ അത് 15%. 1/1/22 മുതൽ 1/4/25. ഈ 1/4/25 ശമ്പളം തൊട്ട് അത് വാങ്ങാം. അതായത് കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ തൊട്ടാണ് നമ്മൾ ഈ 3% വാങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ DA എത്രയായത്? 15% മാറിയത്. അപ്പോഴും ഈ പീരീഡ് അരിയറായി തന്നെ നിലനിന്നു. അതെത്രയാണ്? 39 മാസങ്ങൾ. അതും നമുക്ക് നേരത്തെ പറഞ്ഞ ചാർട്ട് പ്രകാരം നോക്കിയാൽ 39 മാസം അരിയർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതനുവദിച്ച ഉത്തരവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബേസിക് പേ, അപ്പോഴത്തെ ബേസിക് പേ ഇൻറ്റു 3% എടുക്കുക. അതിനെ 39 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ അടുത്തത് വീണ്ടും ഒരു 3% അനുവദിക്കുന്ന കേന്ദ്രം 1/7/22. അപ്പോൾ ഈ അരിയറുമുണ്ട്. അത് 37 മാസമാണ്. 1/7/22 മുതൽ 1/8/25 വരെയുള്ള കാലഘട്ടം കൂട്ടി നോക്കുക. അത് 37 മാസമാണ്. അതനുവദിച്ച GO ആണ് ഈ കാണുന്നത്. അതിൻ്റെ ബേസിക് ഇൻറ്റു 3% ഇൻറ്റു 37 മാസം. ആ രീതിയിലാണ് നമ്മുടെ അരിയർ എത്ര മാസമുണ്ട് എന്ന് കണക്കാക്കുന്നത്. നമുക്ക് ഏറ്റവും അവസാനത്തെ നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഒരു DA വീണ്ടും പ്രഖ്യാപിക്കുന്നത്. ഏതാണ്? 3% DA നമുക്ക് പ്രഖ്യാപിക്കുന്നു. അത് 1/2/2026 ശമ്പളത്തിൽ ആ 3% നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ 1/7/23 അനുവദിക്കേണ്ടിയിരുന്ന DA ആണ് 1/2/2026 അനുവദിച്ചത്. അതെത്ര പീരീഡ് എന്ന് നോക്കുക. 31 മാസമുണ്ട്. ആ 31 മാസം അത് GOP നമ്പർ 15/2026 4/2/26 കഴിഞ്ഞ ജനുവരി 29 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 4/2/26 ഈ ഓർഡർ വരുന്നത്. ആ ഓർഡർ പ്രകാരം നമുക്ക് നമ്മുടെ അന്നത്തെ ബേസിക് പേ ഇൻറ്റു 3% ഇൻറ്റു 31 മാസം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ എമൗണ്ട് കിട്ടും. അടുത്തത് നോക്കുക, വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും അവസാനമായി അനുവദിച്ചത് 10% DA ആണ്. ഈ 10% DA ഒറ്റയടിക്ക് കേന്ദ്രം അനുവദിച്ചതല്ല. കേന്ദ്രം 4 തവണകളായി അനുവദിച്ച DA ആണ്. 3% അത് 1/1/24, അടുത്ത 3% 1/7/24, അടുത്ത 2% 1/1/25, അടുത്തൊരു 2% 1/7/25. 3 + 3 + 2 + 2 6 4 10. ഈ 10% DA ആണ് നമുക്ക്
13/26. 13/26 എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തെ ശമ്പളം എന്ന് നമ്മുടെ കയ്യിൽ കിട്ടും. ഏപ്രിൽ മാസം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഈ 3% അതുപോലെ തന്നെ ഈ 3% ഈ 2% ഈ 2% അങ്ങനെ 10% DA ആണ് നമുക്ക് മാർച്ച് മാസത്തെ ശമ്പളം ഏപ്രിൽ മാസത്തിൽ കയ്യിൽ കിട്ടുമ്പോൾ അധികമായി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക നോക്കുക. 1/1/24 മുതൽ 1/3/26, അതായത് 28/2/26 വരെയുള്ള 26 മാസം, 1/7/24 മുതൽ 1/3/26 തൊട്ട് തലേ മാസം, അതായത് ഫെബ്രുവരി 28 വരെയുള്ള 20 മാസം, 1/1/25 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള 14 മാസം, 1/7/25 മുതൽ 28/2/26 വരെയുള്ള 8 മാസം. അത് ചേർത്ത് ഈ എല്ലാം കൂടി ചേർത്താൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? അതാണ് നമുക്ക് 286 മാസത്തെ DA കുടിശ്ശിക ഉണ്ട് എന്ന് പറയുന്നത്. ഈ DA എത്ര വരുമെന്നറിയാൻ ബേസിക് പേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം 2%, 3% എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ക് കൂട്ടുക. അതിനെ ഈ ഡ്യൂ മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവസാന കോളത്തിൽ കിട്ടിയതെല്ലാം കൂടി കൂട്ടി നോക്കുക. അപ്പോൾ കിട്ടും നമുക്ക് എത്ര തുകയാണ് കിട്ടാനുള്ളത് എന്ന്. ആ കിട്ടാനുള്ള തുകയാണ് 8 ഗഡുക്കളായിട്ട് അനുവദിക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മറ്റൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. പലർക്കും ഈ 286 മാസം എങ്ങനെ വന്നു എന്നൊന്നും അറിയാത്തവർ ഉണ്ടായിരുന്നു. അവർക്ക് അത് മനസ്സിലാക്കാനും മറ്റ് ചിലർക്ക് ഇതറിയാമെങ്കിലും ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ കുടിശ്ശിക വരും എന്ന് മുൻകൂട്ടി അറിഞ്ഞു വയ്ക്കാനും. ഇതിന് വേറൊരു കാര്യമുണ്ട്, ഇത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് സ്പാർക്കിലായതുകൊണ്ട് തന്നെ സ്പാർക്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി വന്നോളും. എങ്കിലും നമുക്ക് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ DAയെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇപ്പോൾ മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ മറ്റു പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാകാം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാത്തവരുള്ളൂ. അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്